ബ്രീഡിങ് ഫിഷിനെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ ഇങ്ങനെ എത്ര ഡേയ്സ് നമ്മുടെ ബ്രീഡിങ്ങിന് ഇട്ട് വെക്കണം എന്നുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. പറഞ്ഞു തരാം. നമ്മൾ ബ്രീഡിങ്ങിന് സെലക്ഷൻ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഫീമെയിൽ 2 മെയിൽ എന്നുള്ളതാണ്. ഫീമെയിൽ എഗ്ലോഡ് ആയിരിക്കണം, അതേപോലെ പിന്നെ മെയിലും മെച്ചേർഡ് ആയിരിക്കണം. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ പരമാവധി ഒരേ ഇനത്തിൽപ്പെടുന്ന ഇതിനെ ബ്രീഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ ടാങ്കുകളൊക്കെ സെറ്റാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ മദർ പോണ്ടിൽ നിന്ന് ഫിഷിനെ ഇട്ടതിന് ശേഷം എന്ത് ചെയ്യുക, ഓക്സിജൻ ചെറിയ രീതിയിൽ കൊടുക്കുക. നെറ്റുകളോ അല്ലെങ്കിൽ പായലുകളോ ഇതെല്ലാം തന്നെ നേരത്തെ തന്നെ ഒരുക്കി പോണ്ടിലിട്ട് വെക്കുക. എത്ര ദിവസമാണ് ഇടേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് ഒരു 10 മണി, രാവിലെ 10 മണിക്ക് ബ്രീഡിങ്ങിന് ഇട്ട് വെച്ചാൽ പിറ്റേന്ന് അതിരാവിലെ പുലർച്ചെ ഒരു 4 മണി 5 മണി സമയത്ത് അവർ മേറ്റിംഗ് തുടങ്ങുമായിരിക്കും. മനസ്സിലായല്ലോ. ഇല്ല എന്നുണ്ടെങ്കിൽ 1-2 ദിവസങ്ങൾ നമ്മൾ വെയിറ്റ് ചെയ്യുക. എന്നിട്ടും ബ്രീഡ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫീമെയിലിനെയോ മെയിലിനെയോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്താൽ ഒരു പക്ഷേ അത് ബ്രീഡാകും. മനസ്സിലായല്ലോ. ഇങ്ങനെ ബ്രീഡ് ആയതിന് ശേഷം ചെയ്യേണ്ടത് ഒരു 12 മണി 1 മണി ആ സമയം വരെ അവർ മേറ്റിംഗ് തുടങ്ങിയിരിക്കും. എന്നിട്ട് നമ്മൾ അവരെ മദർ പോണ്ടിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഫീമെയിലിനെ പിടിച്ചിട്ട് അതിൻ്റെ വയറിൻ്റെ ഉള്ളിൽ വീണ്ടും എഗ്ഗ് ഉണ്ടാകും. അത് കൈകൊണ്ട് ഇങ്ങനെ തടവി കൊടുത്താൽ അത് മൊത്തമായിട്ട് നമ്മുടെ പോണ്ടിലേക്ക് വരികയും ചെയ്യും. ഇതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. ഇതിന് പുറമെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള ആർട്ടിമിയ 24 മണിക്കൂർ കൊണ്ടാണ് ഹാച്ചിങ് ആവൽ. അപ്പോൾ അതും നമ്മൾ നേരത്തെ മുൻകൂട്ടി കണ്ടിരിക്കണം എന്നർത്ഥം. ഓക്കെ, താങ്ക് യു.